ഇതൊരു കാലത്ത് വളരെ ജലസമ്പുഷ്ടമായ ഒരു കുളമായിരുന്നു. ഈ കുളത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഇത് ഏറ്റവും നല്ല, എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല മികച്ചൊരു കുളമായിരുന്നു. വർഷങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഇറങ്ങി കുളിക്കാറില്ല. ഒരു 5 വയസ്സാകും ആയപ്പോഴത്തേക്ക് അവിടെ കുളിച്ചോണ്ട് നിന്നു, ആൾക്കാരുമായിട്ടൊക്കെ കുളിച്ചോണ്ട് നിന്നതിൻ്റെ ഇടയിൽ വെച്ച് എൻ്റെ ഈ കൊച്ച് ഈ ഒരു കൂമ്പാള ഈ കൂമ്പ് വിരിഞ്ഞ് വീഴുന്ന പോളെ എടുത്ത് വെള്ളത്തിൽ കളിച്ചോണ്ട് വന്നപ്പോഴത്തേക്കാണ് അവള് അവിടെ താഴ്ന്നു. കാരണം അവർക്കൊക്കെ വിശ്വാസം, ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നവർക്ക് വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും, അവരതിൻ്റെതായി പോയി. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഈ ഒരു നിലയിലോട്ട്, പിന്നെ അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് ഉച്ച സമയത്തോട് ആരും വരത്തില്ല. വന്ന് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പല അനുഭവങ്ങളുള്ളവർക്ക് ഇതൊരു കാലത്ത് വളരെ ജലസമ്പുഷ്ടമായ ഒരു കുളമായിരുന്നു. ഇത് നമ്മൾ നിൽക്കുന്നത് നേറ്റീക്കര കഴിഞ്ഞ് കൊറ്റാമം ആറയൂറിൽ ആണ് നിൽക്കുന്നത്. ആറയൂർ എന്ന് പറയുന്ന മുമ്പ് നമുക്കറിയാം CVR പുരം, CV രാമപിള്ളയുടെ ജന്മഗൃഹം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അതിനടുത്ത് ആണ് ഈ ഒരു സ്ഥലം, ഈ ഒരു കുളവും. ഈ കുളത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇതൊരു കുളമായിരുന്നു. ഇന്ന് കാട് പിടിച്ച് ഇതിനകത്ത് വെള്ളമുണ്ട്, ഇപ്പോഴും ഈ ചൂടുകാലത്തും വെള്ളമുണ്ട്. പക്ഷേ കാട് പിടിച്ച് പുല്ല് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? ഇതിനകത്തൊരു ഐതിഹ്യമുണ്ട്, ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. അത് നമുക്കറിയണം. രണ്ടുപേരും വരൂ. നമസ്കാരം. സുനില്ലേ? രാജീവൻ. ഓക്കെ. നമുക്കിവിടെ ഞങ്ങൾ ഈ കൊല്ലത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ട് ഞങ്ങളുടെ യാത്രക്കിടയിൽ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ കുളം എന്താണ്, കുളത്തിൻ്റെ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ ഒരു അറിവിലെന്ന് പറഞ്ഞു. എനിക്ക് ഉള്ള ഒരു അറിവ് വെച്ചിട്ട്, ഞാനിപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവഴി ഈ പുറകല്ലാണ് ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഇത് ഏറ്റവും നല്ല, എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല മികച്ചൊരു കുളമായിരുന്നു. അപ്പോൾ രാവിലെ വൈകുന്നേരം മാത്രമേ ആളുകൾ വരുള്ളൂ. ആ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, അതുവഴി പോകണം, ആ വശത്തൂടെ പോകണം. തിരിച്ചു വരുമ്പോൾ ഒരു കാരണവശാലും ഈ സൈഡിൽ കൂടെ വരരുത്. കാരണം അന്ന് ആ കാവിന്റെ കാരണം അങ്ങനെ ആയിരുന്നു. രാവിലെ മാത്രം ഇവിടെ ഒന്ന് തൊഴുതിട്ട് പോകും, വൈകുന്നേരം ഉച്ച സമയങ്ങളിൽ ഈ ഭാഗത്തോട്ട് വരലെന്നുള്ളത്. അപ്പോൾ ഇവിടെ സ്ത്രീകൾ വർഷങ്ങളായിട്ട് പറഞ്ഞ അറിവാണ്. വർഷങ്ങൾ നമുക്ക് നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരെല്ലാം പറഞ്ഞുള്ള അറിവാണ്. വർഷങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഇറങ്ങി കുളിക്കാറില്ല. അങ്ങനെ ആണുങ്ങൾ മാത്രം ഒന്ന് മറ്റു പശുക്കളെ കഴുകാൻ വരും. അല്ല, സ്ത്രീകൾ ഈ ഭാഗത്തോട്ട് ഒന്ന് കുളിക്കുക അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അല്ല, ഈ ഇടയ്ക്ക് പറയുമ്പോൾ ഈ ബാത്റൂമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാവരും കുളിച്ചിരുന്നത് പുഴയിലും ആറിലും കുളങ്ങളിലും ഒക്കെ തന്നെ ആയിരുന്നു. ആ ഒരു ഈ ഗ്രാമങ്ങളുടെ പ്രദേശങ്ങളിൽ ഇപ്പോഴും പലരും പുഴയിൽ കുളിക്കുന്നവരുണ്ട്, അങ്ങനെ ഒരു ശീലമുള്ളവരുണ്ട്, അതിനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പറഞ്ഞത് ഇപ്പൊ നമ്മളെ നോക്കി പറഞ്ഞ 2, 3, 4, 5 തലമുറ മുന്നേ ഉള്ളവർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു പോകുന്ന ഒരു കേസാണ്. ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്ത്രീകൾ കുളിക്കാറില്ല. അപ്പോൾ ഇത് പഞ്ചായത്തിന്റെ ഒരു പദ്ധതി വന്നിട്ട് തൊഴിലുറപ്പ് കൊണ്ടുവന്നു. ആ തൊഴിലുറപ്പ് തുടങ്ങിയ സ്റ്റാർട്ടിങ് സമയം അവരെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ കൊണ്ടുവന്നു. അന്ന് ക്ഷേത്രത്തിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നവര് അവരോട് പറഞ്ഞു, പാടില്ല, ഇറങ്ങി സ്ത്രീകൾ ഇറക്കരുത്, പുരുഷന്മാരെ ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞു. അതൊന്നും അവര് കേട്ടില്ല. കാരണം അവർക്കൊക്കെ വിശ്വാസം, ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നവർക്ക് വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും, അവരതിൻ്റെതായി പോയി. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഈ ഒരു നിലയിലോട്ട്, പിന്നെ അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വർഷങ്ങളായിട്ട്, അതായത് തൊഴിലുറപ്പുകാരി വൃത്തിയാക്കിയതിന് ശേഷം ഉള്ള അവസ്ഥയാണ്. ഇത് ഈ അവസ്ഥയിൽ ഇങ്ങനെ വൃത്തിയാക്കില്ലായിരുന്നു. ഇത് കുളം പോലെ തന്നെയാണ്. മീൻ പോലും പിടിക്കില്ലായിരുന്നു ഇവിടെ. മീനിട്ടാലും മീൻ പിടിക്കാൻ ഇവിടെ ചൂണ്ടയിടുന്ന അങ്ങനെ ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല. ഈ കുളത്തിൽ മീൻ പിടിക്കാറില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. സ്ത്രീയാണ്. കുളിച്ചിട്ടുണ്ടോ ചോദിക്കാം. അമ്മ സുഖമാണല്ലോ? ഈ കുളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ സ്ത്രീകൾ കുളിക്കരുതെന്നൊക്കെ പറഞ്ഞു. കുളിച്ചിട്ടുണ്ടോ? കുളിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ടോ കൊച്ചിലെങ്ങാനും? കൊച്ച് എൻ്റെ മകള് തന്നെ ഒരു 5 വയസ്സാകും ആയപ്പോഴത്തേക്ക് അവിടെ കുളിച്ചോണ്ട് നിന്നു, ആൾക്കാരുമായിട്ടൊക്കെ കുളിച്ചോണ്ട് നിന്നതിൻ്റെ ഇടയിൽ വെച്ച് എൻ്റെ ഈ കൊച്ച് ഈ ഒരു കൂമ്പാള ഈ കൂമ്പ് വിരിഞ്ഞ് വീഴുന്ന പോളെ എടുത്ത് വെള്ളത്തിൽ കളിച്ചോണ്ട് വന്നപ്പോഴത്തേക്കാണ് അവള് അവിടെ താഴ്ന്നു. വേറെ ആൾക്കാർ, എൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓടി മേളിൽ നിന്ന് തന്നെ ചാടി വെള്ളത്തിൽ നിന്ന്. അപ്പോഴും നിറയെ വെള്ളമാണ്, ഇങ്ങനെ ഒന്നുമുള്ള അല്ല, കടൽ പോലെ കിടന്ന വെള്ളമാണ്. അതിൽ ചാടി അവൻ താഴ്ന്ന് കോരി അടിച്ചു. അപ്പോൾ 5 വയസ്സുണ്ട്.
അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. കൊച്ചാണ് മോളുണ്ട്, മോൾക്ക് 43 വയസ്സായി. ആമയുണ്ട്, ആമ ഇഷ്ടമുണ്ട്. ആമയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, മീനുണ്ട്. പയ്യന്മാരോട് വന്ന് ചൂടായിട്ട് ആമയെ പിടിച്ചോണ്ട് ആമയെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോയിട്ട് അതേപോലെ തിരിച്ചുകൊണ്ട് ഇടേണ്ടി വന്നു. തിരിച്ചിടേണ്ടി വന്നു. അത് പക്ഷേ കയറിയിരിക്കും. അപ്പം ഇതൊക്കെ ഒരു കാലങ്ങളായിട്ട് തുടർന്ന് പോകുന്നൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലേ? പിന്നെ ഉച്ച സമയത്തോട് ആരും വരത്തില്ല. വന്ന് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പല അനുഭവങ്ങളുള്ളവർക്ക് ദുരനുഭവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, രാവിലെ വൈകുന്നേരമാണ് ആണുങ്ങളായാലും കുളിക്കാൻ വരുന്നത്. കാരണം നമ്മളിപ്പം വീട്ടിൽ നിന്ന് പിള്ളേരായാലും സ്കൂളിൽ പോണവരടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കും രാവിലെ ഇവിടെ വന്ന് തൊഴുതിട്ട് പോവാം, അല്ലാതെ തിരിച്ചു വരുന്ന ഭാഗത്ത് നിങ്ങൾ ആ വഴി കൂടെ പോയിക്കൊള്ളാം. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ആചാരത്തിലേക്ക് വന്നെന്നുള്ള മുൻ തലമുറക്കാർ പറഞ്ഞു തരുന്നതിന് പിന്നുള്ളക്കാരും ഫോളോ ചെയ്ത് വരുന്നു. അത്രേ ഉള്ളൂ. അതാണ് അവരുടെ വിശ്വാസം. ഒരിക്കൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെളി കോരിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു ഇവിടുന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പിന്നെ ഈ സ്ത്രീയുടെ കൂടെ ഇറങ്ങി പണി ചെയ്തത് കൊണ്ട് അതിൽ ഒരു സ്ത്രീക്ക് സുഖമില്ലാതായി ഒരു ദിവസം 7 മണി സമയത്ത് ഇവിടെ കോവിലിൽ നമുക്ക് ഇതേപോലെ പൂജയുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നു, ഭയങ്കര തുള്ളലുമൊക്കെ ആയിരുന്നു. അപ്പോഴവർ പറഞ്ഞ് അപ്പം നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് വരണം പോറ്റിയാണ്. അപ്പോഴും പറഞ്ഞ് എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞ് ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നി ഞാൻ താഴ്ന്നു പോകുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി. അപ്പോഴെന്നെ അവർ ഒരു തെറി പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്താണ് അത് കാഴ്ചയല്ല, ഞങ്ങൾ സ്വപ്നം കാണാൻ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാഴ്ച കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി അത് കാണൂല, പിന്നെ നിങ്ങൾ അതിനുള്ള എണ്ണയും തിരിയും കൂടെ കൊടുത്ത് കാണിക്കുകയിട്ടാണ് എന്നു അതിട്ടു. അവർക്ക് ഭസ്മം ഇട്ടു. അതിന് ശേഷം ഇന്ന് വരയ്ക്കും ഒരു കുഴപ്പമില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ക്ഷേത്രം വയ്ക്കുന്നതിന് മുമ്പ് 13 വർഷമായിട്ടുള്ള പിള്ളേർ സമുദായം അവരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. മരങ്ങൾ കൂടിയിരിക്കുന്നത് ആ ഭാഗത്തായിട്ട് ഒരു കല്ല് വെച്ചിട്ട് അതിന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് അവര് ആ സമുദായത്തിന്റെ ആൾക്കാര് 13 വർഷമായിട്ട് മാറിയിട്ട് 13 വർഷമായുള്ളൂ. ഇവര് മാറിയിട്ട് 13 വർഷം. അതിലുള്ള ആളാണ് അവരെല്ലാം. പിന്നെ പിന്മുറക്കാരെല്ലാം അവർ മാറിപ്പോയി. അത് ആരും ഇല്ലാതായപ്പോ പുതിയൊരു കമ്മിറ്റി വന്നു. അതിന്റെ അടുത്ത് പിന്നെ ക്ഷേത്രമായിട്ട് ഈ നിലയത് അതിലൊരു ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോഴും ശാസ്ത്രത്തിന് പിന്നെ നിർവഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അതിന്റെ മുന്നിലുണ്ടാവും അല്ലേ? അതൊക്കെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും എത്ര കാര്യങ്ങളിലേക്ക് ആചാരം അതാണല്ലോ എല്ലാവരുടെയും. ഒരിക്കലും പഞ്ചായത്ത് നന്നാക്കിയ ആ സമയം തൊട്ട് തുടങ്ങിയതാ. അതെ അതെ പറഞ്ഞു ഇപ്പൊ ഇവിടെ നല്ല ആഴം ഉണ്ടാവോ? നല്ല ആഴമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളമുണ്ട്, ഇതിന് നല്ല വെള്ളമുണ്ട്. ഇവിടെ ഈ പുല്ല് പിടിച്ച് ആദ്യം പായലായിരുന്നു, അത് കഴിഞ്ഞ ശേഷം ഈ പുല്ല് പിടിക്കാൻ തുടങ്ങി. ഇത്രയും പുല്ലുകാർ കാട് കയറിയപ്പോഴേക്കും പിന്നെ ആരും മുന്നോട്ട്. പിന്നെ ഇടയ്ക്ക് കാട് കയറിയപ്പോൾ ആള് കുളിക്കാതില്ലെങ്കിൽ പശുക്കളെ കഴിയുകയാണെങ്കിൽ വരുമായിരുന്നു. പിന്നെ അത് ഈ കാട് എല്ലാം ആയപ്പോഴേക്കും പിന്നെ അത് 3 കടമുണ്ട്. അവിടെ ഒന്നുണ്ട്, ആ ഭാഗത്ത് ഒരെണ്ണം, ആ ഭാഗത്തുള്ള കാണാം. അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാം കാട് കയറി അടഞ്ഞുപോയി. പിന്നെ ഇവിടെ കുളിക്കൂല. ഈ ഭാഗത്ത് ഇല്ല. ഈ ഭാഗത്തിന്റെ കാവിന്റെ ഇനിയിപ്പോ ഈ ക്ഷേത്രത്തിന്റെ മേൽനോട്ടത്തിൽ ഇതൊന്ന് ക്ലീൻ ആക്കാനോ വൃത്തിയാക്കിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് ഈ പറഞ്ഞ പോലെ ഇതിപ്പോ 2 വാർഡിന്റെ അതിർത്തിയായിട്ട് വരുന്നതാണ്. ആര് ചെയ്യുമെന്നുള്ളതാണ്. 2 പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ വരുന്ന അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. കാരണം അവര് ആ വാർഡിലുള്ളവർ പറയും അത് ഈ വാർഡുകാരാണ്, ഇവര് പറയും ഇല്ലാതെ അപ്പുറത്തെ വാർഡിലാണെന്നുള്ളത്. അപ്പൊ ഇത് പൊതുവായിട്ട് ഇങ്ങനെ അവരിട്ടിക്കുകയാണ്. വീടുകളില്ല. പിന്നെ ഈ ക്ഷേത്രം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 4 ചുറ്റും ക്ഷേത്രത്തിൽ 4 ചുറ്റും വെള്ളമാണ്. അതായത് അവിടെ കൂടെ ഒരു ചാല് പോകുന്നുണ്ട്, ഈ സൈഡ് കുളം, ഈ ചാനലിന് പുറകിൽ കറങ്ങി പോകുന്നത്. ഇതൊരു ദ്വീപ് പോലെ ഇതിനകത്തിരിക്കുന്ന സ്ഥലം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ ഈ മേഖലയിൽ കുറവാണ്, ഈ ചുറ്റുവട്ടത്ത്. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് വീടുകളൊക്കെ വന്നു. പിന്നെ ഇതിന് പുറത്ത് കൂടുതലും വരുന്നത് ഈ ഇലയ്ക്ക് അപ്പുറത്തുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവര് ഇപ്പം ഒരു സർക്കാർ സംവിധാനം നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ ആളുകളോടത്തോട്ടത്തേക്ക് എന്തെങ്കിലും ചെയ്യാം, എല്ലാത്തോടത്തോളം അവർ അവഗണിക്കും. വോട്ട് കിട്ടണമല്ലോ. വോട്ട് കിട്ടിയാലേ കുളം നന്നാവും, അല്ലെങ്കിൽ വേറെ എന്ത് നന്നാവണം, റോഡ് നന്നാവണേലും കുളം നന്നാവണേലും വോട്ടുള്ളവർ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഭരണത്തിന്റെ അടിസ്ഥാന തത്വം. 3 വർഷമായില്ലേ ഇവിടെ ഒരു ഗംഭീര പാലവും ഉണ്ട്, ആ പാലവും നമുക്ക് കാണാം. ആ പാലം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഉത്സവം ജൂണിലാണ് ക്ഷേത്ര ഉത്സവം. ഈ ഉത്സവം നടക്കുന്ന സമയത്ത്
ആളോടുകൂടി ഈ പാലം തകർന്നു തകർന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഇതിലേക്ക് ഒടിഞ്ഞു വീണ ഇലക്ട്രിക് പോസ്റ്റുകളും തെങ്ങ് കഴികളും ഒക്കെ വെച്ചിട്ട് തൽക്കാലത്തേക്ക് പാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷമാവും. അതെ അതെ അതെ. അപ്പോൾ ഇതൊക്കെ തന്നെ ലോകം ഒരു വശത്തൂടെ നന്നാകുമ്പോൾ ഒരു വശത്തൂടെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളും നാട്ടിലുണ്ട്. അവരെ കൂടെയൊക്കെ പരിഗണിച്ചാൽ നവകേരളമാവും എന്നൊക്കെ നമുക്കും പറയാനുള്ളൂ അല്ലേ. അപ്പോൾ ഈ കൂടുതൽ കുളം കുത്തുന്നതിനേക്കാളും നല്ല കുളങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ജലസംഭരണികളാണ് നാടിൻ്റെ സമ്പത്ത്. പ്രധാനമായിട്ടും കൃഷിക്കായാലും മറ്റെന്താവശ്യത്തിനായാലും വെള്ളമില്ലാണ്ട് ഒരു കാര്യം നടക്കത്തില്ല. നമ്മുടെ നാട് തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ടതും ആറുകളും പുഴകളും കായലുകളും തടാകങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇതുപോലുള്ള കുളങ്ങളൊക്കെ കാണുമ്പോൾ ഇത്ര കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയ വെള്ളമുള്ള സ്ഥലമായിരുന്നു. എല്ലാം പോയി. അപ്പോൾ എന്തായാലും സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ, ഈ കുളത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഇതുപോലുള്ള ചില അനാസ്ഥകൾ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചില സംഭവിച്ചതാണ്. പക്ഷേ ചില അനാസ്ഥകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് മാത്രം ഓർമ്മിക്കുന്നു.